അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിനായ കന്യാകുമാരിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ജിബ്രുഘട്ട് വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. ഡേർട്ടിയസ്റ്റ് ട്രെയിൻ എന്നറിയപ്പെടുന്ന ആ ട്രെയിനിൽ തന്നെ. ട്രെയിൻ ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. 3 ദിവസം ടോയ്ലറ്റിൽ പോകാതെയുള്ളൊരു യാത്ര. നമുക്ക് നോക്കാം. സ്ലീപ്പർ ക്ലാസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. ടിക്കറ്റ് എന്തോ ഭാഗ്യത്തിന് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ എറണാകുളത്താണുള്ളത് കേട്ടോ. എറണാകുളത്ത് നിന്നാണ് എന്തായാലും ട്രെയിനിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത് മേഘാലയയിലേക്ക്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ട്രാവൽ മാക്സിമം അവിടെ എത്തിയാൽ നമ്മൾ ഹിച്ച് ഹൈക്കിങ്ങും അതുപോലെ ക്യാമ്പിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ തുടർന്നും കാണുക. എന്തായാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് സ്ലീപ്പർ ബുക്ക് ചെയ്തത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ സമയം 11:40 ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വരും. കോച്ച് വരുന്നത് S7 ആണ്. അപ്പോൾ സെൻട്രൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് അങ്ങോട്ടാണ് നിർത്തിയത്. സ്ലീപ്പർ 7. ഞാൻ എന്തായാലും എൻ്റെ ബർത്ത് കയറട്ടെ. ഞാനങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എനിക്ക് അപ്പർ ബർത്താണ് കിട്ടിയത് 67. അപ്പോൾ കുറേ ആൾ ടിക്കറ്റൊന്നും ഇല്ലാണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ടി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ടി ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പർ ബർത്തിലാണ് പോകുന്നത്. ബാഗ് ഇവിടെ തന്നെ വെച്ചത്. അപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ. എല്ലാവരും ഉറങ്ങാണ്. ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. കുറേ ആൾക്ക് ഉറങ്ങാണ്. ഞാനിപ്പം തൽക്കാലം താഴെ വന്നിരുന്നതാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമല്ലോ. ടി വന്നിട്ടുണ്ട്. 2-3 ടി ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ടിയും കൂടി ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്നുകൊടുക്കുന്നുണ്ട്. ട്രെയിനിപ്പം ചെറുതായിട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിന്ന് മാറി നിന്നിട്ടാണ് വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. ആ ഭാഗത്തിലെല്ലാം ലേറ്റ് ആണ്. ഈ ഭാഗത്തുള്ള ആളുകൾ ഉറങ്ങാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:45 12 മണി ആവാറായി. ഞാൻ രാവിലെ വരാം. സ്ലീപ്പർ ആണെങ്കിലും ജനറലിൻ്റെ അവസ്ഥയിലാണ് ഉള്ളത്. നല്ലപോലെ തിരക്കാണ്. രാവിലെ ആയിട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ ബർത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഒരു ചങ്ങായുണ്ട് ഉറങ്ങുന്നു. ബാഗുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ടുള്ളത്. താഴെയാണ് ഫുൾ ആളാണ് കണ്ടോ. അപ്പോൾ ഇതാണ് വിവേക് എക്സ്പ്രസ്സിലെ സ്ലീപ്പറിൻ്റെ അവസ്ഥ. ഇതാണ്. നമുക്കെന്തായാലും ജനറലൊന്ന് പോയി നോക്കണം കുറച്ചായിട്ട്. ഇനി ഒരുപാട് മണിക്കൂർ നമ്മൾ ഈ രീതിയിലാണ് ട്രാവൽ ചെയ്യുക. നൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഉറങ്ങാനുള്ള സൗകര്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പകലാണ് മെയിനായിട്ടൊരു വിഷയം വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആൻഡ് ജാം. ട്രെയിൻ ഫുഡ് ഞാൻ മാക്സിമം ഒഴിവാക്കും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതന്നെ കഴിക്കണം. ട്രെയിനിൽ നല്ല തിരക്കാണ് കേട്ടോ. സ്ലീപ്പറിൻ്റെ അവസ്ഥ ജനറലിൻ്റെ അതിൻ്റെ പോലെ തന്നെയാണ് ഉള്ളത്. കോച്ച് വളരെ പഴയതാണ്. ഇതന്നെ വൃത്തി വളരെ കുറവാണ് കേട്ടോ. സ്ലീപ്പറിൽ എന്തായാലും വൃത്തി കുറവാണ്. നിങ്ങൾ എന്തായാലും എടുക്കുന്നുണ്ട് AC-യിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം കുറേ ദിവസത്തേക്കുള്ള യാത്രയല്ല. നമ്മളിപ്പോൾ റെനിഗുണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തും. നമുക്കെന്തായാലും ജനറലിൻ്റെ സൈഡിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഒരുപാട് ബാക്കിലാണെന്ന് തോന്നുന്നല്ലേ. നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാം. ജനറൽ എന്തായാലും അവസ്ഥയായിരിക്കും. സ്ലീപ്പറിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ജനറലൊന്ന് ആലോചിച്ച് നോക്കിയേ. ടോയ്ലറ്റ് ഞാൻ നിങ്ങൾക്ക് വെറുതെ അല്ല കാണിച്ചു തരാത്തത്. ടോയ്ലറ്റ് വളരെ മോശമായിട്ടുള്ളത്. ട്രെയിൻ ഇങ്ങനെ വിജയവാഡ ജംഗ്ഷൻ വിട്ടു. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ കുർദ ജംഗ്ഷൻ കഴിയും. അപ്പോൾ എന്തായാലും രാത്രിയാണ്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ആള് അറിഞ്ഞിട്ടുള്ളത്. സീറ്റ് ഇരുന്നിട്ടില്ലെങ്കിൽ വേറെ പണി കിട്ടും. എൻ്റെ സീറ്റിൽ വേറെ ആരെങ്കിലും കൈ കിടക്കും. ഉണ്ടോ. പക്ഷേ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളങ്ങനെ ബലേശ്വറിലെത്തി. ബാൻബരാക്ക് എക്സ്പ്രസ് ആണ് കേട്ടോ. കാർത്തിക് സൂര്യ പറഞ്ഞതുപോലെ ബാൻബരാക്ക് തിന്നാ തൂറുക. ഈ ഒരു അവസ്ഥയിലുള്ളത്. ടോയ്ലറ്റിലൊന്നും അടുക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ളത് അവസ്ഥയാണ്. ബാൻഡറിക്കാരുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കോച്ച് വരുന്നത്. നമ്മളിപ്പോൾ ബലേശ്വർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളം പറഞ്ഞാൽ മതി. കേരളത്തിൽ
കേസരി വർക്ക്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വേറെ പറയാനുണ്ടോ? വരുന്നതെന്ന് പറയില്ല, പറയാം. കേരളത്തിൽ എങ്ങനെ? കേരളത്തിലെ നല്ല ഇഷ്ടമാണ്, കുഴപ്പമില്ല, ഇഷ്ടമാണ്. പോവാം. ഇപ്പോൾ ആസാം, കേരളത്തിൽ എനിക്ക് കേരള ഇഷ്ടം. ആസാമിൻ്റെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് 10 വർഷമായി. ഒരിക്കലും ഭാഷ കുറച്ച് ഞാൻ പഠിക്കും, പഠിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ അത്യാവശ്യം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന അധികം പേരാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത് കേട്ടോ. എല്ലാവരും നാട്ടിലേക്ക് പോകുന്നതാണ്. ട്രെയിൻ മൊത്തം അടിയാണ് കേട്ടോ. ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര അടിയാണ്. ചെരുപ്പ് വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല. തീരെ കോപ്പറേറ്റീവ് ഒന്നുമല്ല. വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാനെന്തായാലും മേഘാലയയിലേക്ക് പോകാനാണ് പ്ലാൻ. ഇവിടുന്ന് ഗുവാഹട്ടി എത്തിയതിനു ശേഷം മേഘാലയ. അപ്പോൾ മേഘാലയ ബ്ലോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ട്രെയിൻ അങ്ങനെ ദൗക്കി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്, കൊൽക്കത്ത. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തും. മെയിനായിട്ട് എനിക്ക് അപ്പർ ബർത്ത് കിട്ടിയത് കൊണ്ട് തന്നെ മുകളിലിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ലൈറ്റ് പോലും ഇല്ല, മര്യാദയ്ക്ക് കുറച്ച് ഇടായിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ ഗുവാഹട്ടി എത്തും. അവിടുന്ന് പിന്നെ മേഘാലയയിലേക്ക് പോകാനാണ് പ്ലാൻ. അതുപോലെ തന്നെ 8 പേരുള്ള കോച്ചിൽ ഉള്ളത് നേരെ ഡബിൾ ആൾക്കാരാണ് ഉള്ളത്. 16-20 പേരൊക്കെയാണ് ഉള്ളത്. എല്ലാ സീറ്റിലും 2 പേരായിട്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്. കംഫർട്ട് തീരെ ഇല്ല. തേർഡ് AC സെക്കൻഡ് AC എടുക്കുന്നതായിരിക്കും ബെറ്റർ. കംഫർട്ട് നോക്കുകയാണെങ്കിൽ സ്ലീപ്പറിൽ ഒട്ടും കംഫർട്ടില്ല. ടോയ്ലറ്റ് ഞാൻ ഇതിൽ പോയിട്ടില്ല. പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണിക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. പറഞ്ഞത് ശരിയാണ്, തീരെ വൃത്തിയില്ലാത്തൊരു ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ്. എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇനി ഇതിൽ യാത്ര ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവിടെ നിധിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ടോയ്ലറ്റിൽ നമ്മൾ എന്തിട്ടാലും അത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന രീതിയിലാണ് ഉള്ളത്. അവസ്ഥയാണ്. ബർദബാൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ ഹൗറയിലേക്ക് പോകുന്ന ജനറലാണ് അത് കാണുന്നത്. കൊൽക്കത്തയിലെ ഹൗറയിലേക്ക് പോകുന്ന. അടിപൊളി അല്ലേ? ചായ ഈ കപ്പിലാണ് കാണുന്നത്. മൺചട്ടിയിലാണ് ചായ വരുന്നത് കേട്ടോ. അടിപൊളി. നമ്മുടെ ഹൗറയിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനാണ് ആ കാണുന്നത്. ബർദമാൻ ജംഗ്ഷൻ. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. സത്യം പറയാമല്ലോ, സ്ലീപ്പറിൽ വല്ലാത്തൊരു സ്മെല്ലാണ് അടിക്കുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കി കാണാം, വളരെ വൃത്തികേടായിട്ടാണ് ഉള്ളത്. എന്തായാലും ട്രെയിനിൽ ഇപ്പോൾ എടുക്കും. ഞാൻ എന്തായാലും കയറട്ടെ. ഇതാണ് ഇത്. അവിടെ ലീക്ക് ആകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം പുറത്ത് കാണുന്നുണ്ട്. വല്ലാത്ത സ്മെല്ലടിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഞാനിപ്പോൾ AC കോച്ചിൻ്റെ അടുത്താണ് ഉള്ളത്. ഫാൻട്രീൻ്റെ അതിലൊക്കെ വന്നതാണ്. AC-യിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതിനൊന്നും സാധനമില്ല. ഈ ചെയിലൊക്കെ പൊട്ടിക്കിടക്കാണ്. അതുപോലെ അതിനകത്ത് വെള്ളം വൃത്തികേടായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടോയ്ലറ്റാണ് നമ്മുടെ കാർത്തിക് സൂര്യ കൈകി നോക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്കൊരു ടോയ്ലറ്റ് പോകണമായിരുന്നു. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫാക്ടറി കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അതിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ AC കോച്ച്. ഇത് കുറച്ചുകൂടി നീറ്റാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ടിക്കറ്റ് ഇല്ലാത്തതാണ്. അങ്ങനെ 6 മണിയായപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വിജയവാഡ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. ഈ രീതിയിലെ അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ സ്ലീപ്പർ ഈ ഒരു എക്സ്പീരിയൻസ് വേണ്ടി മാത്രം ബുക്ക് ചെയ്യുക കേട്ടോ. എന്തായാലും സെക്കൻഡ് AC-യോ തേർഡ് AC-യോ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ലോങ് ആണ് പോകുന്നത്. ജനറൽ പോകാൻ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്യുക. വൃത്തി വളരെ വളരെ ഷോക്കാണ്, വൃത്തികേടാണ്. ഞാൻ അതുകൊണ്ടാണ് ടോയ്ലറ്റ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അവസ്ഥയാണ് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ വിവേക് എക്സ്പ്രസ് ഏത് സ്റ്റേഷനിൽ എത്തിയെന്ന് അറിയത്തില്ല. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ട്. കണ്ടോ, ഞാൻ എൻ്റെ പവർ ബാങ്ക് ഒക്കെ ഇവിടെ ചാർജിന് ഇട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനാണ്? വെൽക്കം ടു മൾഡ സ്റ്റേഷൻ. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കുറേ ചേച്ചിമാരിങ്ങനെ മാങ്ങ വെക്കുന്ന കാഴ്ച കാണാം. നല്ല ബഹളമാണ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഇവിടുന്ന് അലരാണ്. കാരണം ഇവിടെ മാങ്ങ കച്ചവടം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എത്ര പൈസയാണ്? പക്ഷെ എനിക്ക് വാങ്ങാൻ തോന്നുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാ പെണ്ണുങ്ങളെയും ഓടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സമയം 8:30ആയി. 8:30ക്കാണ് നമ്മളിവിടെ എത്തിയത്. എൻ്റെ ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ ഡിലേ ആണ്. ഇവിടെ എന്തോ ഒരു സാധനം വെക്കുന്നുണ്ട്. ഇത് കജൂർ, അത് നമ്മുടെ മധുരം തോന്നുന്നുണ്ട്. മധുരവും ഇപ്പുറത്ത് എന്താണ് ദോശ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട്.
എന്തോ ഐറ്റം അറിയത്തില്ല എന്താ. ഇവിടെ ഫുള്ള് ചേച്ചിമാരുടെ കച്ചവടമാണ്, എജ്ജാതി കച്ചവടമാണ്, വേറെ ലെവൽ കച്ചവടം. നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ അവിടെ കണ്ടോ, അവിടുന്ന് സാധനം എടുത്ത് ഓടി വന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അതിൻ്റെ ബഹളമാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാം പെട്ടെന്ന് വിറ്റ് നിർത്തിട്ടോ. ചേച്ചിമാർ കൊണ്ടുവന്ന മൊത്തം വിറ്റിട്ട് പോവാണ് കണ്ടോ, എല്ലാം കാലിയായി. ഒരു ചേട്ടൻ മാത്രം ഇവിടെ ബാക്കിയായി. ഇവിടെ എന്താ അടി നടക്കുന്ന പോലെയാണ് കച്ചവടം. ഒരു കവറിന് 50 രൂപ എന്ന രീതിയിലാണ് വിൽക്കുന്നത്. ഇതിൻ്റെ മെയിൻ വിഷയം അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്മെല്ലടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ സ്മെല്ലടിക്കും. ഈ ഒരു വിഷയമുണ്ട്. ഈ ഡോറിൻ്റെ സൈഡിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, വല്ലാത്ത സ്മെല്ലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലീക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അവിടെയാണ് കിടക്കുന്നത്. ആണ് തീരെയില്ല. അതുപോലെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി. ഇനിയിപ്പോൾ മറ്റൊരു ട്രെയിൻ വന്നിട്ടുണ്ട്, മാൾട്ട ഹൗറ എക്സ്പ്രസ് കണ്ടോ. നമ്മൾ ട്രെയിൻ ഇപ്പം എടുക്കും. ഫൈനലി എൻ്റെ ബർത്ത് എനിക്ക് കാലിയായിട്ട് കിട്ടി. ഇതുവരെ ആരും വന്നിട്ടില്ല. ഇനി ആരെങ്കിലും വരുമോന്നും അറിയത്തില്ല. ഇങ്ങനെ തന്നെയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആയോ, ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു. അപ്പോൾ സീ യു ഗൈസ്, ലൈറ്റിൽ ഓഫായി. ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഫ്ലാഷ് അടിച്ചിട്ട് ഷൂട്ട് ചെയ്യണം. ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ലൈറ്റ് ഓൺ ആക്കിയാൽ മതി. പണ്ട് കാര്യമില്ല, ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നാളെ രാവിലെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഗുവാഹട്ടി എത്തും. ഗൈസ്, എന്തെല്ലാം ഇവിടെ നടക്കുന്നല്ലേ. രാത്രി 12 മണി 12:20 അങ്ങനെ കഴിഞ്ഞ് ട്രെയിനിൽ എന്തൊക്കെയാണ് നടക്കുന്നല്ലേ നിങ്ങൾ കണ്ടോ. പലതുമാണ് നടക്കുന്നത്. പൈസ കൊടുത്തിട്ട് സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്നാണ് ഇവർ സൗണ്ട് ഇട്ട് എണീച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഒന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ന്യൂ ജൽപൈഗുരി ജംഗ്ഷനിലാണ് ഉള്ളത്. 12:30 അങ്ങനെയായി. എൻ്റെ ഉറക്കമൊക്കെ പോയി അവരെ കൊണ്ട്. ഓ, എന്തൊക്കെയൊക്കെയോ നടന്നു. അവിടെ ഫുള്ളൊരു ആൾക്കൂട്ടായിരുന്നു. कैसा है आपका नाम? ममादू. ममादू इधर लाइट नहीं है, इधर ममादू. അസം. അസം. ഈ ബ്രോ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തതാണ്. ബ്രോയാണ് മലയാളം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ എന്തെല്ലാം സംഭവിക്കുന്നത് അല്ലേ. പലതുമാണ് നടക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ ഒന്നും അല്ല. നമ്മൾ ട്രെയിൻ ഇപ്പോൾ മിർസ എന്നൊന്ന് സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ നിർത്തിയേ പോകുന്നുള്ളൂ. ഏകദേശം 50 മിനിറ്റ് ഡിലേ ആണ്. ഇനിയും ഡിലേ ആവുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 1 മണിക്കൂർ ഡിലേ ആയിട്ടുള്ളത്. ഗുവാഹട്ടി ഇതുവരെ എത്തിയിട്ടില്ല. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നിർത്തിയാണ് പോകുന്നത്. ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ്. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ പോവാണ്. അപ്പോൾ ചെറുതായിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത് കാലിയാണെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുറിഞ്ഞാണ് ഉറങ്ങിയത്. അതിൻ്റെതായ ക്ഷീണമുണ്ട്. നല്ല രീതിയിൽ ടയർഡായി. കാണ്ട് പിന്നെ നിർത്തി. ഇങ്ങനെ നിർത്തിയാണ് പോകുന്നത്. ലാസ്റ്റ് മിനിറ്റ് പിന്നെ നല്ലപോലെ ഡിലേ ആക്കുകയാണല്ലോ. ആ സമയം ഈ വില്ലേജൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയ വീട്, അതുപോലെ വീടിന് ചുറ്റും ഇവർ കൃഷിയൊക്കെ ചെയ്യും. അവരുടെ ആവശ്യത്തിന് വിൽക്കാൻ വേണ്ടി മറ്റുമൊക്കെ ആയിരിക്കും. ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. നല്ല രസമാണ് ആസാം ഈ വില്ലേജൊക്കെ കാണാൻ. ഇവിടെ നോക്കിയാലും കാണാം, ഒരു പാടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നും നടക്കുന്നില്ല. ഒരു പശു മേയുന്നതായിട്ട് കാണാൻ പറ്റും. ഗുവാഹട്ടി എത്താറായി. കൃഷി നിർത്തിയാണ് പോകുന്നത്. എപ്പോൾ എത്തും? ഫൈനലി ഗായ്സ്, നമ്മളങ്ങനെ ഗുവാഹട്ടി എത്തിയിരിക്കുകയാണ്. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ട്രെയിനായ വിവേക് എക്സ്പ്രസ്. അങ്ങനെ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ആസാമിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ കന്യാകുമാരിയിൽ നിന്നും ജിബ്രുഘട്ടിലേക്ക് പോകുന്ന നമ്മുടെ വിവേക് എക്സ്പ്രസ്സിനോട് ബൈ പറഞ്ഞ് ഞാൻ എന്തായാലും പുറത്തേക്ക് പോട്ടെ. നല്ല തിരക്കാണല്ലോ. സ്റ്റേഷനിൽ നല്ലപോലെ തിരക്കുണ്ടല്ലോ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നമ്മളങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം. ഷിലോങ്ങിലേക്ക് പോകണമെങ്കിൽ ബസ്സിൽ പോകാൻ പറ്റും. ഞാനെന്തായാലും ഹിച്ച് ഹൈക്ക് ചെയ്യാനാണ് പ്ലാൻ.
നമുക്ക് നോക്കാം നിശ്ചയിക്കാൻ പറ്റുമോ. അപ്പോൾ ഷിലോങ്ങിലേക്ക് പോകേണ്ട വണ്ടിയൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ടൊന്നല്ല പോകുന്നത്, ഒരുപാട് പേരുണ്ട് ഇവിടെ. നമുക്ക് വന്നിറങ്ങിയാൽ മതി, പിന്നെ നമ്മളെ കൂട്ടി കൊണ്ടുപോയിക്കോ. ചില സ്കാമേഴ്സ് ഉണ്ടാവും, സൂക്ഷിക്കുക. നല്ലപോലെ ദാഹിക്കുന്നു, എന്തായാലും ഒരു കുപ്പി വെള്ളം വാങ്ങണം. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. മാർക്കറ്റിലൂടെ കുറച്ച് കറങ്ങാമല്ലോ. ആസാമിൽ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടും തോന്നുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാങ്ങ കാണുന്നുണ്ട്. നല്ല ഓണടിയാണ്. ഇവിടുന്ന് ഷിലോങ്ങിലേക്ക് പോകാൻ നമുക്ക് ഷെയർ ടാക്സിയാണ് കാണുന്നത്. എത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കൊള്ളാം, ഇതൊക്കെയാണ് മാർക്കറ്റിലെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് ഷാള്, അതുപോലുള്ള ചാർജർ, അങ്ങനത്തെ ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് കടകൾ. മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് നമുക്ക് നോക്കാമല്ലോ. ആലു പൊറോട്ടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന കണ്ടിരുന്നു. ഇവിടെ എന്തോ ഉണ്ട്, എന്താണ്, റൊട്ടി, റോള്, ചൗമീൻ, പൊറോട്ട, റോള്, മോമോസ്. ഗൈസ്, മുടിഞ്ഞ വെയിലാണ്. ഗുവാഹട്ടി സിറ്റിയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് ഞാൻ. എൻ്റെ മോനെ എച്ചാതി വെയിൽ. അത്യാവശ്യം തിരക്കുള്ള റോഡാണ്, എന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇന്നെന്തായാലും നമ്മൾ ഗുവാഹട്ടിയിൽ വന്ന് ഫസ്റ്റ് ഡേ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഒരു ഹോം സ്റ്റേ എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. നാളെ നമുക്ക് നമ്മുടെ ഹിച്ച് ജേണി കണ്ടിന്യൂ ചെയ്യാം. കാരണം നല്ല രീതിയിൽ ടയേർഡാണ്. ലോങ്ങസ്റ്റ് ട്രെയിൻ ജേണി കഴിഞ്ഞ് വന്നതല്ലേ. ഇപ്പം തന്നെ ഞാൻ എന്താ പറയുക, പുഷ് ചെയ്താൽ ചിലപ്പോൾ വല്ലാതെ ടയർഡായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ ഒരു ഡോമെട്രി ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല വെയിലാണ്. നിങ്ങൾ കാണുന്നില്ലേ, വീഡിയോയിലേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഒരു ഹോസ്റ്റൽ എടുത്തിട്ടാണുള്ളത്. ഇതാണ് ലോക്ക് റൂം. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടാണുള്ളത്. നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ലോക്കൊന്നും ഇവർ തരില്ല, നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ലോക്കാണ്. ഞാൻ അന്ന് വാങ്ങിയ ലോക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഉണ്ടോ, ഈ ഒരു ഡോമാണ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല സ്പേസസ് ആണ്. അതുപോലെ തന്നെ ബാത്റൂം കുഴപ്പമില്ല, നീറ്റ് ബാത്റൂമാണ് കേട്ടോ. കണ്ടോ, നല്ല നീറ്റാണ്. ഈ 3 നൈറ്റായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല, ട്രെയിനിലായിരുന്നില്ലേ. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. നല്ലപോലെ ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. ഹോസ്റ്റലിൻ്റെ ഒരു ലോബി ഏരിയ ആണിത്. ഈ ഹോസ്റ്റലിൻ്റെ പേര് മെസങ്ക ബാക്ക് പാക്കേഴ്സ്. കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് സർവീസാണ്. ഷൂ നമ്മൾ പുറത്ത് വെക്കണം എന്നാണ് പറഞ്ഞത്, പക്ഷേ അവർ സ്ലിപ്പേഴ്സ് നമുക്ക് തരുന്നുണ്ട്. ഒരു വീടാണിത് കേട്ടോ, കണ്ടോ, ഒരു വീടാണ്. ആ വീട് അവരിങ്ങനെ ഒരു ഡോമെട്രി സെറ്റപ്പിലാക്കി എടുത്തതാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് പറയുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, വീഡിയോ കുറച്ചും കൂടി ലോങ് ആക്കണോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് ഹിച്ച് ഹൈക്ക് ചെയ്ത് ഷീലോങ്ങിലേക്ക് പോവുകയും അവിടെ എവിടെയെങ്കിലും നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പ്ലാൻ ഇങ്ങനെ ഓൺ ദ വേയിൽ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.